ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റമദാനൊക്കെ വരല്ലേ, നമുക്ക് റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് മക്രോണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മൾ നോമ്പിനൊക്കെ സാധാരണ മക്രോണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 1/2 കിലോ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മക്രോണി എടുക്കുന്ന അളവ് പറഞ്ഞു തരാം. ആദ്യം തന്നെ ഞാനിപ്പോൾ 1/2 കിലോ ബീഫ് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ മക്രോണി ചേർത്ത് കൊടുക്കലാണ്. മക്രോണി നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതിൽ 3 കപ്പും പിന്നെ ഒരു 1/4 ഭാഗം 3/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഞാനൊരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന അളവ് അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 കപ്പ് മുഴുവനും പിന്നെ അതേ കപ്പിൽ 1/4 ഭാഗവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലുണ്ടായിരുന്നത് ടോട്ടലായിട്ട് 400 ഗ്രാം മക്രോണിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, നമ്മൾ മക്രോണിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറേ വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും പിന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും, ഏകദേശം ഒരു 2 സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു സൈഡ് വെച്ച് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ആ ഒരു സമയത്ത് നമുക്കിവിടെ ഞാനിപ്പോൾ മീഡിയം സൈസുള്ള 4 സവോള ഇതേപോലെ നേരിയതായിട്ട് 2 ഭാഗമാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പേസ്റ്റ് ആയാലും മതി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കാം. നമ്മുടെ അപ്പുറത്തെ സൈഡിൽ അടുപ്പിൽ മക്രോണി വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. നമുക്ക് ബിരിയാണിക്കൊക്കെ വഴന്ന് വരുന്ന പോലെ കുറേ വറ്റിയെടുക്കണ്ട, അത്യാവശ്യം ഒരു മീഡിയം രീതിയിൽ വഴന്ന് വന്നാൽ മതി. സവോളയൊക്കെ വെന്തിട്ട് ഒരു രീതിയിൽ വെന്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പുറത്ത് ഉണ്ടായിരുന്ന മക്രോണി ഏകദേശം പകുതി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് തക്കാളി വേണം. അപ്പോൾ അതൊരു മീഡിയം സൈസുള്ള 3 തക്കാളി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇനി ഇതിലേക്ക് സവോളയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയാണ്. അതിൻ്റെ പച്ചമണം, നമ്മൾ നേരത്തെ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കട്ട് ചെയ്ത ടൊമാറ്റോയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് വഴന്ന് വന്നാൽ മതി. ഈ ഒരു സമയത്ത് ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബീഫ് വേവിച്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം മക്രോണി വേവുന്ന സമയം കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി അല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ക്യാപ്സിക്കവും കൂടി വഴന്ന് വന്നതിന് ശേഷം ഓവറായിട്ട് കുഴഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ തക്കാളി ചേർക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ അതിൻ്റെയൊക്കെ പകരമായിട്ട് കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളത്. നിങ്ങൾ പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് അളവ് കുറച്ചിട്ട് ചേർത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് മസാലക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫിലും മക്രോണിയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുഴുവനായിട്ട് നിറയുന്ന രീതിയിൽ എടുത്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം കൂടി ഒന്ന് മാറി വരണം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവിൻ്റെ ഞാനിപ്പോൾ 1 സ്പൂണ് കുരുമുളക് പൊടി ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. ബീഫിലും കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പേ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടേസ്റ്റ് നോക്കേണ്ട ഐറ്റം തന്നെയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ബീഫ്, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പും കുരുമുളകും ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ഇത്രയും ചെയ്തെടുക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മക്രോണി 1/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇതൊന്ന് പതച്ച് വന്നപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പതപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും വഴറ്റിയെടുക്കലും ഇറച്ചിയൊക്കെ ചേർക്കുന്ന സമയം കൊണ്ട് 1/4 ഭാഗമാണ് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ മക്രോണി ഊറ്റിയിട്ട് ഇതിലേക്ക് ചേർത്തു, ആ ബീഫിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക.
ആ ബീഫിൽ നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ തന്നെ നമ്മൾ 1/4 ഭാഗം വെന്ത മക്രോണി മുഴുവനായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മക്രോണി റെഡിയായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്, അസ്സലാമു അലൈക്കും.